മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് മാങ്ങകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു കൊച്ചു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്കിത് തോല് പൊളിക്കണം. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ മൺചട്ടിയിൽ ഉണ്ടാക്കിയൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ കഴുകിയ മാങ്ങകളൊക്കെ ഒന്ന് തോല് പൊളിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ മാങ്ങകളായിട്ട് ഇങ്ങനെ തോല് പൊളിക്കാം. അപ്പോൾ നമ്മൾ ഒരു മാങ്ങ തോല് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ മാങ്ങകളും തോല് പൊളിക്കാം. അപ്പോൾ തോല് പൊളിച്ച മാങ്ങകളൊക്കെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് 3 പച്ചമുളക് കട്ട് ചെയ്തത്, അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ നമ്മൾ കത്തിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിലോട്ട് ചട്ടി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ, അതുപോലെ കുറച്ച് കുരുമുളക്, 2 ചെറിയുള്ളി തോല് പൊളിച്ചത്, പിന്നെ കുറച്ച് ജീരകം കൂടിയും ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ മാങ്ങ തിളച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ മാങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മാമ്പഴം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് എണ്ണ ചേർക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഈ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക്, അതുപോലെ തന്നെ വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണം. ഇത് നമ്മൾ പുതിയ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് ഒരുപാട് തെറ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോ വരുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.